പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത മമ്മൂട്ടി നായകനല്ലല്ലോ പ്രതിനായകനായ ചിത്രമാണ് കളങ്കാവൽ എന്ന ചിത്രം. ആ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് മമ്മൂട്ടി പ്രതിനായകനായി എന്നുള്ളതാണ്. കഥയ്ക്കൊരു പുതുമയായിട്ട് എനിക്കും തോന്നുന്നില്ല. പക്ഷേ ഇത് മമ്മൂട്ടി പ്രതിനായകനായി, അതിനകത്ത് ഒത്തിരി നായികമാരുണ്ട് എന്നുള്ളപ്പം എനിക്കിഷ്ടപ്പെട്ടൊരു ചിത്രമാണ്. ഹെവി പോസിറ്റീവ് കിട്ടിയ ഒരു ചിത്രമാണ്. മമ്മൂട്ടിയെ സംബന്ധിച്ച് ആദ്യത്തെ 100 കോടി എന്നൊക്കെ ആയിരുന്നു ആരാധകർ പാടിപ്പുകഴ്ത്തിയത്. നമ്മളന്നും വിചാരിച്ചു 100 കോടി കിട്ടാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇതിൻ്റെ റിലീഫുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് 100 കോടിയിൽ നിന്ന് ഇതിനെ അകറ്റി നിർത്തിയത് എന്ന് നമ്മൾ ഇന്നും അന്നും ഒക്കെ വിശ്വസിക്കുന്നു. ഏതായാലും കളങ്കാവൽ എന്ന ചിത്രം 100 കോടി തികക്കില്ല എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പം ആരാധകരും അത് ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇത് മമ്മൂട്ടിയെ സംബന്ധിച്ച് ആദ്യത്തെ 100 കോടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. മമ്മൂട്ടിയുടെ ആരാധകർക്ക് പലപ്പോഴും പറയാറുണ്ട്, മമ്മൂട്ടി 100 കോടിക്ക് വേണ്ടിയല്ല, കാശ് എന്തിരിക്കുന്നു എന്ന് മമ്മൂട്ടി പറയാറുണ്ട് എന്നാണ് പറയുന്നത്. അത് നമ്മളെപ്പോഴും പറയുന്നത്, ഇതെല്ലാവരും അങ്ങനെ തന്നെയാണ്, കിട്ടാത്ത മുന്തിരി പുളിക്കും. അതുതന്നെയാണ് അവസ്ഥ. ഏതായാലും മമ്മൂട്ടിയുടെ 100 കോടിക്ക് വേണ്ടി ആരാധകർ നന്നായി കാത്തിരുന്നാൽ അതിൻ്റെ ഒരു സമാപ്തിയാണ് കളങ്കാവൽ എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ കുറയുന്നത്. ഇന്നലെ എനിക്ക് തോന്നുന്നു 50 ലക്ഷത്തിന് താഴെയാണ് ഇത് കളക്ട് ചെയ്തത്. ഇന്നും വളരെ അധികം ശോക ബുക്കിംഗാണ്. നാളത്തെ കാര്യം പിന്നെ പറയണ്ട. നാളെ മിക്കവാറും തിയേറ്ററിൽ നിന്ന് ഈ ചിത്രം മാറും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. കാരണം ബബ്ബബ വരുന്നു, എല്ലാവരും അതിൻ്റെ പുറകെ പോകും എന്ന് 100% ഉറപ്പാണ്. അതുപോലെ തന്നെ അതിന് ശേഷം ക്രിസ്മസിന് അനേക ചിത്രങ്ങൾ റിലീസാകുന്നു. അപ്പം കളങ്കാവൽ 100 കോടി തികക്കില്ല എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചാലും ഈ കളങ്കാവൽ എന്ന ചിത്രത്തിൻ്റെ കളക്ഷനുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ പോലും 50 കോടി തികയ്ക്കാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞില്ല. നമ്മുടെ ഒരുപക്ഷെ ഈ ചിത്രത്തിന് ഏകദേശം 80 കോടി ഇപ്പോഴും തികഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ പറ്റുന്നത്. 78-79 കോടി റേഞ്ചിൽ ചെന്ന് നിൽക്കുന്നു എന്നാണ് അറിയുന്നത്. അതിൻ്റെ എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷവും കിട്ടിയത് ഗൾഫ് നാടുകളിൽ നിന്നാണ്. കേരളത്തിലെ കളക്ഷൻ പോലെ തന്നെ വൻതുകയാണ് ഗൾഫ് നാടുകളിൽ നിന്ന് ഈ ചിത്രം വാരിക്കൂട്ടുക. ഗൾഫിലുള്ള പ്രേക്ഷകർക്ക് നന്ദി പറയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കർത്തവ്യം. കാരണം കളങ്കാവൽ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഹൈപ്പും അതുപോലെ കളക്ഷനും ഒക്കെ വന്നത് നമ്മുടെ ഗൾഫ് നാടുകളിൽ നിന്നാണ്, ഗൾഫ് സഹോദരങ്ങളുടെ കയ്യിൽ നിന്നാണ്. അപ്പം കളങ്കാവൽ എന്ന ചിത്രം കേരളത്തിൽ 50 കോടി തികക്കത്തില്ല എന്ന് 100% ഉറപ്പായി. 100 കോടി തികക്കില്ല എന്ന് ഉറപ്പായി. അങ്ങനെ നിൽക്കുമ്പോൾ മമ്മൂട്ടിയുടെ ഏതെങ്കിലും ചിത്രം ഇനി 100 കോടി തികക്കുമോ അല്ലയോ എന്നുള്ളതാണ് നമ്മളിനി നോക്കുന്നത്. കാരണം എല്ലാ പ്രാവശ്യവും മമ്മൂട്ടിയുടെ 100 കോടിക്ക് വേണ്ടി നമ്മൾ ദാഹിച്ച് കാത്തിരിക്കും, പക്ഷേ തികക്കത്തില്ല. അതിന് കാരണം എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് വിരകുന്നത് പോലെ അല്ല, തിയേറ്ററിൽ പോയി കാശ് മുടക്കി തരുമോ സിനിമ കാണണം. അത് എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയുടെ ആരാധകർ ഒരു പരിധിവരെ ഈ മമ്മൂട്ടി ചിത്രങ്ങളോട് ഒരു മമത കാണിക്കുന്നില്ല എന്ന് തന്നെ 100% ഉറപ്പാണ്. എനിക്ക് ഈ മോഹൻലാൽ ആരാധകരെ സംബന്ധിച്ച് എനിക്ക് ബഹുമാനം തോന്നുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം ഇതാണ്. ഇഷ്ടപ്പെട്ട പടമുണ്ടല്ലോ 100 പ്രാവശ്യം അവർ കാണും. കാരണം അത്രയ്ക്ക് അവരിഷ്ടമാണ്. എന്തോ ഇഷ്ടമാണ് എന്നെ പലർക്കും എന്ന് ലാലേട്ടൻ പറയുന്ന പോലെ തന്നെ 1 കണ്ടാലും 2 കണ്ടാലും 3 കണ്ടാലും ഒക്കെയുള്ള സ്ഥിരം ആരാധകരുണ്ട്. ഞാൻ ഈയിടെ കുറച്ച് നാൾ മുമ്പ് ഒരു പരിചയപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞു, ഏകദേശം 100 പ്രാവശ്യത്തോളം ചിത്രം എന്ന ചിത്രം തിയേറ്ററിൽ പോയി കണ്ടു എന്ന് പറയുന്നു. അതുപോലെ കിലുക്കം കണ്ടവരുണ്ട്. ഇത് താഴെ ചിത്രമൊക്കെ ഇപ്പോഴും തിയേറ്ററിൽ ഈ ടി വിക്കകത്ത് വരുമ്പോൾ നമ്മൾ കുത്തിയിരുന്ന് കാണും. എത്ര കണ്ടു എന്ന് എനിക്ക് യാതൊരു കണക്കും. മമ്മൂട്ടി ആരാധകരെ സംബന്ധിച്ച് ഇവർ സോഷ്യൽ മീഡിയ കിടന്ന് തിളയ്ക്കുന്നതേ ഉള്ളൂ. എന്തിനോ തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന അവസ്ഥയാണ്. തിയേറ്ററിലൊന്നും അവർ വലിയതായിട്ട് കയറി കാണില്ല എന്ന് തന്നെ തോന്നുന്നു. പിന്നെ ഈ പ്രാവശ്യം ഉണ്ടായ ഒരു പാളിച്ച എന്ന് പറയുന്നത് റിലീഫ് ഡേറ്റ് തന്നെയാണ്. പിന്നെ മമ്മൂട്ടി കമ്പനി ഒരു ചിത്രം പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ അതുപോലെ തന്നെ മാർക്കറ്റിംഗ് എല്ലാം തന്നെ മോശമായ രീതിയിൽ തന്നെയാണ്. കളങ്കാവൽ വളരെ പ്രതീക്ഷയോട് 100 കോടിക്ക് വേണ്ടി നമ്മൾ കാത്തിരുന്നതാണ്. ഇനി അടുത്ത ചിത്രവും നമുക്കിങ്ങനെ പറയാം, മമ്മൂട്ടിയുടെ ആദ്യത്തെ 100 കോടി എന്ന്. പിന്നെയും കുറച്ച് നാൾ കഴിയുമ്പോൾ നിരാശപ്പെടുത്തുന്ന വാർത്തയാണ് ഉണ്ടാകുന്നത്. പക്ഷേ 2026 നിങ്ങൾ ഓർത്തോ,
മമ്മൂട്ടിയുടെ ഒരു 100 കോടി എങ്കിലും ഉണ്ടാകട്ടെ എന്ന് തന്നെ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. കാരണം മമ്മൂട്ടിയും മോഹൻലാലും ചേർന്നൊരു ചിത്രം വരുന്നുണ്ട്. അത് ഏകദേശം 100 കോടി അടിക്കുമെന്ന് 100% ഉറപ്പാക്കാം അല്ലേ? ഏതായാലും കാത്തിരിക്കാം. ദിലീപിന് ഒരു 100 കോടി ഇല്ലായിരുന്നു. ഇനി നാളെ അറിയാം ദിലീപിൻ്റെ 100 കോടി 2025 പിറക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഇനി മമ്മൂട്ടിയുടെ 100 കോടി 2026 ലാലേട്ടനുമായിട്ട് ചേർന്ന് വരുമ്പം അതും പിറക്കുമായിരിക്കാം. കാത്തിരിക്കാം, കണ്ടറിയാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ.